കർത്താവിന് മഹത്വം ഉണ്ടാകട്ടെ. ബരാക്ക ഇൻ്റർനാഷണൽ മിനിസ്ട്രീസ് ഒരുക്കുന്ന ദി വേർഡ് ഓഫ് ട്രൂത്ത് എന്ന വേദ പഠന പരമ്പരയിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു. കഴിഞ്ഞ നാളുകളിൽ ഈ ബൈബിൾ ക്ലാസ്സുകൾ ഏവരുടെയും ആത്മീക ജീവിതത്തിൽ അനുഗ്രഹമായിരുന്നുവെന്ന് എളിയവർ മനസ്സിലാക്കുന്നു. തുടർന്നും ഈ പ്രോഗ്രാമുകൾ നിങ്ങളുടെ ആത്മീക ജീവിതത്തിൽ നിത്യതയ്ക്കായി ഒരുങ്ങുന്നതിന് കാരണമായി തീരട്ടെ എന്ന് ഞങ്ങൾ പ്രത്യാശിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ബരാക്ക ഇൻ്റർനാഷണൽ മിനിസ്ട്രീസ് കഴിഞ്ഞ നാളുകളിൽ സുവിശേഷീകരണത്തോടുള്ള ബന്ധത്തിൽ വിവിധ നിലകളിൽ പ്രവർത്തിക്കുന്നു. അതിനോടനുബന്ധിച്ച് ദി വേർഡ് ഓഫ് ട്രൂത്ത് എന്ന ഒരു ഉപദേശ പഠന പത്രിക ഞങ്ങൾ പ്രസിദ്ധീകരിച്ചിരിക്കുന്നു. ഇതിൻ്റെ സൗജന്യ വരിക്കാരായി തീരുവാൻ ആഗ്രഹിക്കുന്നവർ ഈ പ്രോഗ്രാമിൽ കാണുന്ന നമ്പറുകളിൽ ഞങ്ങളെ ബന്ധപ്പെടുവാൻ ഞങ്ങൾ ആവശ്യപ്പെടുന്നു. തുടർന്ന് പ്രാർത്ഥനയോടെ ഈ ക്ലാസ്സുകൾ നമുക്ക് ശ്രദ്ധിക്കാം. കർത്താവ് ഏവരെയും അനുഗ്രഹിക്കട്ടെ. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം ഇന്നുമെന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഞങ്ങളെ ശ്രദ്ധിക്കുന്ന ബഹുമാന്യരും പ്രിയരുമായ എല്ലാ സഹോദരങ്ങൾക്കും ഒരിക്കൽ കൂടി ഹൃദയപൂർവമായ ക്രിസ്തീയ സ്നേഹവന്ദനങ്ങൾ അറിയിക്കുന്നു. റോമാലേഖനം 12-ാം അധ്യായത്തിലെ 1-2 വാക്യങ്ങളെ അടിസ്ഥാനമാക്കി ആരാധന എന്ന വിഷയം നമ്മൾ ചില ദിവസങ്ങളായിട്ട് ചിന്തിക്കുകയാണല്ലോ. ആരാധന എന്നാൽ യാഗമാണെന്നും ആരാധന മുഴുജീവിതവും യാഗാർപ്പിതമായ ഒരു അർപ്പണമായി ദൈവത്തിന് സമർപ്പിച്ച ദൈവമഹത്വത്തിനായി ജീവിക്കുന്ന ജീവിതമാണെന്നും നമ്മൾ ചിന്തിക്കുകയുണ്ടായി. ആരാധകനെയും ആരാധനയെയും തമ്മിൽ വേർതിരിക്കുവാൻ കഴിയുകയില്ല. ഡാൻസറും ഡാൻസും തമ്മിൽ മാറ്റാൻ കഴിയാത്തതുപോലെ ആരാധകൻ തന്നെ യാഗവസ്തുവായി തന്നെ ദൈവസന്നിധിയിൽ സമർപ്പിച്ചു കൊടുത്ത് ദൈവമഹത്വത്തിനായി ജീവിക്കുന്ന ആ സമർപ്പിത ജീവിതമാണ് യഥാർത്ഥത്തിൽ ആരാധനയെന്ന വിശുദ്ധ തിരുവെഴുത്ത് വളരെ വ്യക്തമാക്കുന്നുണ്ട്. ആ ആശയം വ്യക്തമാക്കാനായി നമ്മുടെ മനസ്സിലുള്ള ചില ആശയങ്ങൾ തിരുത്തുവാൻ ആവശ്യമുണ്ട് എന്നുള്ളതുകൊണ്ട് ആരാധന എന്തല്ല എന്നുള്ളത് ഞാൻ ചില കാര്യങ്ങൾ നിങ്ങളുമായി പങ്കുവയ്ക്കുകയുണ്ടായല്ലോ. ആരാധന സ്തുതിയിലും സ്തോത്രത്തിലും ഒതുങ്ങുന്നില്ല. ആരാധന ദൂതന്മാർക്കുള്ള പദവിയല്ല, ദൈവമക്കളായ നമുക്ക് മാത്രമുള്ള പദവിയാണ്. ആരാധനയുടെ ബന്ധം അപ്പനും മക്കളും എന്നുള്ളതാണ്. ആരാധനയുടെ ബന്ധം കേവലം നന്ദിയിൽ ഒതുങ്ങുന്നില്ല, ആരാധനയിൽ സ്നേഹബന്ധമാണ്. ആരാധന കൊടുക്കുക എന്ന് പറയുമ്പോൾ നമ്മളെ തന്നെ കൊടുക്കുക എന്ന് അതിൻ്റെ അർത്ഥം. ആരാധന കൊടുക്കുക എന്ന് പറഞ്ഞാൽ ആരാധന തീർന്നു എന്ന് നമുക്ക് പറയാനൊക്കെയില്ല. ജീവിതം അവസാനിക്കുമ്പോഴേ നിത്യത്തിലും ആരാധനയുണ്ട് കേട്ടോ, സ്തോത്രം. അത് ദൈവം അനുവദിച്ചാൽ നമുക്ക് പിന്നെ ചിന്തിക്കാം. അപ്പോൾ ദൈവത്തിൻ്റെ മക്കൾ ദൈവവുമായുള്ള വ്യക്തിപരമായ കൂട്ടായ്മ ബന്ധത്തിലേക്ക് യേശുക്രിസ്തുവിൻ്റെ പ്രായശ്ചിത്ത ബലിമരണത്തിലെ വിശ്വാസത്താലും ആ ജീവനുള്ള പുതുവഴിയിലൂടെ കർത്താവുമായുള്ള ബന്ധത്തിൽ വന്ന ഒരു ദൈവവൈതൽ, സ്തോത്രം, ആ ദൈവവൈതൽ യഥാർത്ഥ ആരാധകനായി ദൈവമഹത്വത്തിനായി തന്നെ ജീവിക്കുകയാണ്. അല്ലാതെ ചില പ്രത്യേക സ്ഥലങ്ങളിൽ ചില പ്രത്യേക സമയത്ത് ചില പ്രത്യേക ചടങ്ങുകളാൽ ഒതുങ്ങുന്നതല്ല ആരാധന എന്ന് പറയുന്നതെന്ന് ഞാൻ കഴിഞ്ഞ ദിവസങ്ങളായി നിങ്ങളുമായി പങ്കുവയ്ക്കുകയായിരുന്നല്ലോ. മാത്രമല്ല കഴിഞ്ഞ ദിവസം ആരാധന എന്നാൽ അത് ദൂതന്മാർക്ക് അനുവദിക്കപ്പെട്ടിട്ടുള്ളതല്ല, അത് മക്കൾക്ക്, ദൈവമക്കളായ വീണ്ടെടുക്കപ്പെട്ടവർക്ക് മാത്രമുള്ളതാണെന്നും സ്നേഹ പ്രകടനമാണ് യഥാർത്ഥ ആരാധനയെന്നും സ്നേഹത്തിൽ അധിഷ്ഠിതമല്ലാത്തതൊന്നും ദൈവത്തിന് പ്രസാദകരമല്ലെന്നും നമ്മൾ ചിന്തിക്കുകയുണ്ടായി. അതാണല്ലോ 1 കൊരിന്ത്യർ 13-ാമത്തെ അധ്യായത്തിൽ നമ്മൾ വായിക്കുമ്പോൾ, ഞാൻ മനുഷ്യരുടെ ദൂതന്മാരുടെ ഭാഷയിൽ സംസാരിച്ചാലും എൻ്റെ ശരീരം ചുടുവാൻ ഏൽപ്പിച്ചാലും എനിക്കുള്ളതെല്ലാം അന്നദാനം ചെയ്താലും എന്ന് പറഞ്ഞ ആത്മത്യാഗത്തിന് തയ്യാറായാൽ പോലും സ്നേഹമില്ലെങ്കിൽ എനിക്കൊരു പ്രയോജനവുമില്ല. സ്നേഹം കൊണ്ടല്ലാത്ത ഒരു ശുശ്രൂഷയിലും ദൈവം പ്രസാദിക്കുന്നില്ല. സ്തുതിയും സ്തോത്രമൊക്കെ നന്ദിയുള്ളവരായിരിക്കട്ടെ, സ്തോത്രം. ദൈവത്തെ മഹത്വപ്പെടുത്തട്ടെ, അവൻ മഹത്വം അർഹിക്കുന്നവനാണ്. പുകഴ്ചയും സ്തുതിയും സ്തോത്രവും എല്ലാം അവന് മാത്രമുള്ളതാണ്. സ്തോത്രം. ബലവും മഹത്വവും അവൻ്റേതാണ്. വേറെ ആരും ബലവാന്മാരില്ല, വേറെ ആരും മാന്യന്മാരായിട്ടില്ല. കുഞ്ഞാട് മാത്രം യോഗ്യനാണ്. നമ്മളൊക്കെ അയോഗ്യരാണെങ്കിൽ കുഞ്ഞാടിൽ യേശുക്രിസ്തുവിൽ ദൈവം നമ്മെ യോഗ്യരായി തൻ്റെ മക്കളെന്ന പദവിയിൽ സ്വീകരിച്ചു. അതുകൊണ്ടാണ് നാം നമ്മെ തന്നെ യാഗമായ ദൈവത്തിന് കൊടുക്കേണ്ടത്. അപ്പോൾ പുകഴ്ചയും സ്തുതിയും എല്ലാം ദൈവത്തിനുള്ളതാണ്, സ്തോത്രം. പക്ഷേ അതിൽ ആരാധന ഒതുങ്ങുന്നില്ല. ആരാധകൻ തന്നെ യാഗാർപ്പിതമായി ദൈവപ്രസാദമുള്ള ജീവിതം നയിക്കുന്നതാണ് ആരാധന. ഇന്ന് ആരാധനയും സഭായോഗവും
എന്നുള്ള വിഷയം ചുരുക്കമായി നമുക്കൊന്ന് ചിന്തിക്കാം. നമ്മൾ സാധാരണയായിട്ട് ആരാധനയ്ക്ക് പോവുക, ആരാധനാ സ്ഥലം എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. എന്നാൽ കൃത്യമായി പറയുമ്പോൾ നമ്മൾ ആരാധനയ്ക്ക് പോവുക എന്ന് ബൈബിളിൽ അങ്ങനെ പറയുന്നില്ല. കാര്യം അവിടെ ചെന്ന് നമ്മുടെ സഭാ ഹാളിലോ പള്ളിയിലോ നമ്മൾ ചെന്ന് അവിടെ കഴിക്കുന്ന ചില പ്രത്യേക ചടങ്ങിൽ ആരാധന ഒതുങ്ങുന്നില്ലെന്നല്ലേ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആരാധനയ്ക്ക് പോകുക എന്ന് പറഞ്ഞാൽ ആരാധകരായി കൂട്ടായ്മയ്ക്ക് പോവുക എന്നാണ് പറയേണ്ടത്. വിശുദ്ധ തിരുവെഴുത്തിൽ സഭായോഗം എന്ന പ്രയോഗം നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. പഴയ നിയമത്തിലും അങ്ങനെ ആ പ്രയോഗമുണ്ട്. എബ്രായ ലേഖനം അതിൻ്റെ 10-ാമത്തെ അധ്യായം 24-25 വാക്യങ്ങൾ വായിക്കുമ്പോൾ ചിലർ ചെയ്യുന്നത് പോലെ സഭായോഗങ്ങളെ ഉപേക്ഷിക്കാതെ എന്നവിടെ പറയുന്നുണ്ട്. അപ്പോൾ സഭായോഗങ്ങൾ, സഭയുടെ കൂടിവരവുകളെല്ലാം സഭായോഗങ്ങളാണ്. ഞായറാഴ്ച രാവിലെ ഒരുമിച്ച് കൂടുന്ന ആ ഒരു കൂടിവരവ് മാത്രമല്ല, സഭയിലെ എല്ലാ യോഗങ്ങളും സഭായോഗങ്ങളാണ്. വിശുദ്ധന്മാരുടെ കൂടിവരവാണ്, വിശുദ്ധന്മാരുടെ കൂട്ടായ്മയാണ്. പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം പുതിയ നിയമ പ്രമാണപ്രകാരം ഒരു ദിവസവും പ്രത്യേകതയുള്ളതല്ല, ഒരു സമയവും പ്രത്യേകതയുള്ളതല്ല, ഒരു സ്ഥലവും പ്രത്യേകതയുള്ളതല്ല. പിന്നെയോ ദൈവത്തിന് പ്രത്യേകത ഉള്ളത് ആരാധകരായിരിക്കുന്നു എന്നുള്ളതാണ്. ആരാധകരുടെ യോഗ്യതയാണ് പ്രധാനം. ഒരു ചടങ്ങും സവിശേഷതയുള്ളതല്ല. ഒരു ചടങ്ങും മറ്റൊരു ചടങ്ങിനേക്കാൾ കൂടുതൽ മെച്ചപ്പെട്ടതും ദൈവപ്രസാദമുള്ളതും നമുക്ക് പറയുവാൻ കഴിയുന്നതല്ല. അപ്പോൾ സഭായോഗവും ആരാധനയും, സഭായോഗം ഞാൻ പറഞ്ഞില്ല, സഭായോഗത്തിൽ എന്തൊക്കെ ഉണ്ടായിരിക്കണമെന്നുള്ളത് വിശുദ്ധ തിരുവെഴുത്തിൽ തന്നെ നമുക്ക് കാണാനായി കഴിയുന്നുണ്ട്. നമുക്കറിയാം, ആദ്യ സമയങ്ങളിൽ 1-ാം നൂറ്റാണ്ടിൽ ക്രിസ്തീയ വിശ്വാസത്തിലേക്ക് കടന്നു വന്ന കർത്താവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിച്ചവരിൽ ഒരു വലിയ കൂട്ടം, ഏതാണ്ട് മിക്കവാറും ബഹുഭൂരിപക്ഷം തന്നെയും യഹൂദ പശ്ചാത്തലത്തിൽ നിന്നുള്ളവരായിരുന്നു. പെന്തക്കോസ്ത് ദിവസം 3000 പേര് കർത്താവിനെ സ്വീകരിച്ച് മുമ്പോട്ട് വന്നു. അത് മുഴുവൻ യഹൂദന്മാരും യഹൂദ മതാനുസാരികളുമായിരുന്നു. പിന്നെ 5000-ഓളമായി പുരോഹിതന്മാരിൽ വലിയൊരു കൂട്ടം വിശ്വാസത്തിന് അതിൻ്റെ നമ്മൾ വായിക്കുന്നുണ്ടല്ലോ, അതെല്ലാം യഹൂദ പശ്ചാത്തലത്തിൽ നിന്നുള്ളവരായിരുന്നു. കൊർന്നല്യോസിൻ്റെ രൂപാന്തരത്തോടുകൂടിയാണ് ജെൻറ്റൈൽ മിഷൻ, ഇതര ജാതികളിൽ നിന്നുള്ളവർ മുമ്പോട്ട് വരുവാൻ ഇടയായി തീർന്നത്. നമുക്കറിയാം, എത്യോപ്യ രാജ്ഞിയുടെ ധനകാര്യമന്ത്രിയായിരുന്ന ഷണ്ണൻ, ആ ഷണ്ണൻ യെരുശലേമിൽ ചെന്ന് സത്യദൈവത്തെക്കുറിച്ചുള്ള കേൾവി നിമിത്തം സത്യദൈവത്തെയുള്ള അന്വേഷണ ബുദ്ധിയാ, അവൻ മഹാനും മാന്യനുമായിരുന്നു. അതുകൊണ്ട് അവൻ അവിടെ വന്നു. പക്ഷേ അവൻ ആ തൃപ്തിയില്ലാതെ യെശയ്യാ പ്രവാചകൻ ചുരുളും വാങ്ങിച്ചുകൊണ്ട് മടങ്ങിപ്പോകുമ്പോൾ നോക്കണേ, അവനെ ആ യെരുശലേമിൽ വെച്ച് തന്നെ അവന്, അപ്പോൾ ഓൾറെഡി പെന്തക്കോസ്ത് പെരുന്നാളും ഒക്കെ അവിടെ നടന്ന് സഭാ കൂടിവരവ് രൂപപ്പെട്ടതാണ്. അവൻ അവിടെ ആ സഭാ കൂടിവരവിൽ അവൻ ചെന്ന് അവിടെ കർത്താവിനെ വിശ്വസിച്ച് ഏറ്റുപറഞ്ഞ് സ്നാനമേൽക്കുന്നത് എത്ര സൗകര്യമായിരുന്നു. ഫിലിപ്പോസ് എന്ന സുവിശേഷകനെ ഇത്ര ദൂരത്തിലേക്ക് ഗസയ്ക്കുള്ള നിർജ്ജന പ്രദേശത്തേക്ക് അയക്കുകയും ഇതൊന്നും ചെയ്യേണ്ട ആവശ്യമുണ്ടായിരുന്നില്ലല്ലോ. ദൈവം പിന്നെ എന്താ അത് ചെയ്യാഞ്ഞത്? പ്രിയമുള്ളൊരു, ദൈവം നമ്മുടെ ബലഹീനതകളൊക്കെ മനസ്സിലാക്കുന്ന ദൈവമാണ്. ദൈവം നമ്മളെ കരുതുന്ന ദൈവമാണ്. അതുകൊണ്ട് ദൈവത്തിന് നന്നായി അറിയാം, ആ ആരംഭ സമയത്ത് പെട്ടെന്ന് ഇതര ജാതിക്കാരനും, അതും ഷണ്ണനായ എത്യോപ്യക്കാരനായ ഈ മനുഷ്യനെ അവിടെ യേശുക്രിസ്തുവിൽ വിശ്വസിച്ച് സ്നാനമേൽക്കുവാനൊക്കെ കൂട്ടിക്കൊണ്ട് ചെല്ലുന്നുവെന്ന് വന്നാൽ യഹൂദന്മാരെല്ലാവരും അതിനെ ശരിക്കും എതിര് നിൽക്കും. നമുക്കറിയാമല്ലോ, പിന്നെയും കാലങ്ങൾ കഴിഞ്ഞിട്ടും പിന്നെയും ഇതര ജാതികൾ ക്രിസ്തീയ വിശ്വാസത്തിലേക്ക് വരുന്നവർ തന്നെ യഹൂദ ചടങ്ങുകൾക്ക് വിധേയപ്പെട്ടെങ്കിലേ ഒക്കെയുള്ളൂ എന്ന് പറഞ്ഞ് പ്രവർത്തന പുസ്തകം 15-ാം അധ്യായം 1-ാം വാക്യം നമ്മൾ വായിക്കുന്നു. പരിച്ഛേദന ഏൽക്കാഞ്ഞാൽ രക്ഷ പ്രാപിക്കില്ല, യഹൂദനായച്ചേ ഒക്കത്തുള്ളൂ എന്ന് പിന്നെയും ശക്തമായി ദശാബ്ദങ്ങൾക്ക് ശേഷവും അത്ര ശക്തമായി പഠിപ്പിച്ചുകൊണ്ടിരുന്ന ആളുകളുടെ കൂട്ടത്തിലോട്ട് ഇവനെ കൊണ്ടുചെല്ലാനൊക്കുമോ? ഇവനെ കൊണ്ടുചെല്ലാനൊക്കുകയില്ല. അതുകൊണ്ട് ദൈവം വളരെ കാര്യങ്ങളെക്കുറിച്ച് മുന്നറിയുന്ന ദൈവം ഷണ്ണൻ അവിടെയൊക്കെ പോകുവാൻ അനുവദിക്കുകയും ഫിലിപ്പോസിനെ പുറകെ അയച്ച് ആ ഗസയ്ക്കുള്ള നിർജ്ജന പ്രദേശത്തെ ആ വഴിത്താരയുടെ അടിവിൽ വെള്ളം ഒരുക്കപ്പെട്ട് അവനവിടെ സ്നാനമേൽക്കുവാൻ ഇടയായിത്തീരുകയും ചെയ്തു. അങ്ങനെയാണ് ഇതര ജാതികളിൽ നിന്നുള്ള ആളുകൾ കർത്താവിനെ സ്വീകരിച്ച് മുമ്പോട്ട് വന്നത്. അപ്പോൾ ഇങ്ങനെ മുമ്പോട്ട് വന്നതുകൊണ്ട് ഈ ആദ്യ സഭയുള്ള വിശുദ്ധ സഭായോഗങ്ങൾ, വിശുദ്ധന്മാരെ കൂടിവരവുകൾ സിനഗോഗുകളിൽ കൂടി വരുവാനായിട്ട് ആരംഭിച്ചതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. സിനഗോഗ്, കാരണം ഒരു സിനഗോഗിൽ പൗലോസ് ശ്ലീഹായും അങ്ങനെയുള്ള ആളുകൾ അവർ ഒരു സ്ഥലത്ത് ചെന്നാൽ അവിടെ സിനഗോഗ് ഇവിടെ ഉണ്ടെന്ന് നോക്കും.
പലയിടത്തും. യഹൂദന്മാർക്ക് യെരുശലേമിൽ ഒരു ദൈവാലയമേ ഉള്ളൂ. എന്നാൽ ഒരു 10 യഹൂദ കുടുംബങ്ങൾ ഒരിടത്ത് താമസിക്കാൻ തുടങ്ങുമ്പോൾ അവർക്ക് പൊതുവായി കൂടി വരുവാൻ ശബത്ത് തോറും അവർക്ക് ന്യായപ്രമാണം വായിക്കുവാനും അവരുടെ കൂട്ടായ്മയ്ക്കും വേണ്ടി അവരൊരു പൊതുസ്ഥലം സാധാരണ ഉണ്ടാക്കുവാൻ, അല്ലെങ്കിൽ ഒരു വീടിൽ കൂടുമായിരുന്നു. അതിനാണ് സിനഗോഗ് എന്ന് പറയുന്നത്. പള്ളി എന്ന് പുതിയ നിയമത്തിൽ തർജ്ജമ ചെയ്തിരിക്കുന്ന എല്ലാ സ്ഥലത്തും സിനഗോഗ് എന്നാണ് പുതിയ നിയമത്തിൽ മൂലഭാഷയിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ആ സിനഗോഗിൽ അപ്പോൾ സിനഗോഗിലുള്ള എല്ലാവരും നമ്മുടെ ദൈവവചനത്തിൽ, നമ്മുടെ ന്യായപ്രമാണത്തിൽ പറഞ്ഞിരിക്കുന്ന മശിഹ യേശുവാണ് മശിഹ. അപ്പോൾ മശിഹ കഷ്ടം അനുഭവിക്കുന്നൊക്കെ എടുത്തങ്ങോട്ട് വിവരിച്ചു കഴിയും. തിരുവെഴുത്തുകളെ തെളിയിച്ചു കിട്ടുമ്പോൾ അവരങ്ങ് കർത്താവിൽ വിശ്വസിക്കുകയും ചിലപ്പോൾ സിനഗോഗിലുള്ള മുഴുവൻ പേരും പള്ളിപ്രമാണി ഉൾപ്പെടെ, സിനഗോഗ് ലീഡർ ഉൾപ്പെടെ കർത്താവിനെ സ്വീകരിച്ച് വിശ്വാസ സ്നാനം സ്വീകരിച്ച് ക്രിസ്തീയ വിശ്വാസത്തിലേക്ക് വരികയും ചെയ്യും. പിന്നെ അവർ ആ പൊതുസ്ഥലത്ത് ഒരുമിച്ച് കൂടി വരും. നമ്മൾ സിനഗോഗിൽ അവരെ പിന്തുടർന്ന് പോന്നിരുന്ന ആ രീതി, ആ കൂട്ടായ്മയിലെ ക്രമങ്ങൾ വിശുദ്ധ സഭായോഗങ്ങളിലും സഭയുടെ കൂടിവരവുകളിലും അവർ പിന്തുടരുവാൻ ഇടയായിത്തീർന്നു. അത് സ്വാഭാവികമാണല്ലോ. ഇന്നും യഥാർത്ഥത്തിൽ അങ്ങനെയുള്ള ഒരു യഥാർത്ഥ ഒരു കാര്യക്രമമാണ് വിശുദ്ധന്മാരുടെ സഭായോഗങ്ങൾ നടക്കുന്നത്. നമുക്കറിയാം, ശബത്ത് തോറും അവർ കൂടി വരുമ്പോൾ അവർ ചിലപ്പോൾ ആത്മീയ ഗീതങ്ങൾ പാടും, അവർ പ്രാർത്ഥിക്കും, അവർ ന്യായപ്രമാണം വായിക്കും, അവർ പ്രബോധനങ്ങൾ പറയും. മാത്രമല്ല അവർക്ക് അവരുടെ അന്യോന്യമുള്ള അവരുടെ ഹൃദയം പകർന്ന് അവരുടെ ജീവിതത്തിൻ്റെ പ്രശ്നങ്ങളും അവരുടെ കഷ്ടങ്ങളും അവരുടെ ആഗ്രഹങ്ങളും അതെല്ലാം പരസ്പരം പങ്കുവെച്ച് അവർ യഹോവയെ പുകഴ്ത്തി സ്തുതിച്ച് മഹത്വപ്പെടുത്തിയൊക്കെ ആയിരിക്കും കടന്നു പോകുന്നത്. ഏതാണ്ട് ഇതുപോലെ തന്നെയാണ് ഇന്നും വിശുദ്ധ സഭായോഗം. അത് പ്രത്യേക ചടങ്ങുകളിൽ ഒതുങ്ങുന്നില്ല. നമുക്കറിയാം, ഇപ്പോൾ ആരാധനാക്രമം എന്ന് പറഞ്ഞ് പട്ടത്വ സഭകളിലൊക്കെ എഴുതപ്പെട്ട പുസ്തകങ്ങളൊക്കെ ഉണ്ട്. പ്രിയപ്പെട്ടവരെ, കൂടിവരവുകളിൽ ശുശ്രൂഷയ്ക്ക് നേതൃത്വം കൊടുക്കുന്നയാൾ ഏതെങ്കിലും ഒരു പ്രധാന കാര്യം വിട്ടുപോകാതിരിക്കേണ്ടതിനും വളരെ പരിജ്ഞാനത്തോടെ വളരെ മാന്യമായ ഭാഷ ഉപയോഗിക്കുവാൻ ഇടയായിത്തീരേണ്ടതിനുമൊക്കെ അങ്ങനെ മുൻകൂട്ടി കാര്യങ്ങളൊന്ന് കുറിച്ചു വെക്കുന്നു എന്നതിൽ തെറ്റൊന്നുമില്ല. പക്ഷേ ആ ഒരു ആവർത്തിച്ച് ആ ക്രമം ചൊല്ലുന്നത് കൊണ്ട് ആരാധനയാകും. അപ്പോൾ ആരാധനാക്രമം എന്ന് പറയുന്നില്ലേ, കൂടിവരവുകളിലെ കാര്യക്രമത്തിനുള്ള മാർഗരേഖ എന്ന് ആ പുസ്തകങ്ങൾക്ക് പേരിടുന്നതാണ് നല്ലത്. ഞാൻ പറഞ്ഞ് മനസ്സിലാകുന്നു വിശ്വസിക്കുന്നു. ഭക്തന്മാരുടെ വിശുദ്ധന്മാരുടെ കൂടിവരവുകളിലെ കാര്യക്രമത്തിനുള്ള ഒരു രൂപരേഖ എന്ന് പറഞ്ഞ് അത് പ്രസിദ്ധപ്പെടുത്തുകയാണെങ്കിൽ ശുശ്രൂഷയ്ക്ക് നേതൃത്വം കൊടുക്കുന്ന ആളിൻ്റെ കാര്യങ്ങളെക്കുറിച്ചുള്ള കൃത്യമായ വാക്കുമൊക്കെ കൃത്യമായ നല്ല ഭാഷയും അതിൻ്റെ ആ ക്രമവും ആ ചിട്ടയും ഒന്നും വിട്ടുപോകാതെയും ആവശ്യമില്ലാത്തൊന്നും കൂടിച്ചേരാതെയും ഒക്കെ അത് ഭംഗിയായി ചെയ്യാൻ അത് സഹായകരമാകും എന്നുള്ളതല്ല. ആരാധന ഏതെങ്കിലും ഒരു ചടങ്ങിലോ ഒരു എഴുതപ്പെട്ട ചില ക്രമത്തിനനുസരിച്ച് ചെയ്യുന്ന ചില കാർമ്മികമായ ചില ശുശ്രൂഷകളിലോ ഒതുങ്ങുന്നതല്ല സഹോദരങ്ങളെ. അപ്പോൾ വിശുദ്ധ സഭായോഗത്തിൽ ആരാധന എന്നുള്ളതിനേക്കാൾ കൂട്ടായ്മയാണ്. സഭായോഗം ആരാധനയുടെ ഭാഗമാണ്. കാര്യം ഈ വരുന്നവരെല്ലാം ആരാധകരല്ലേ. അപ്പോൾ സഭായോഗവും ആരാധനയുടെ ഭാഗമാണ്. പക്ഷേ സഭായോഗം ആരാധനയായി, സഭായോഗത്തിന് പോയതുകൊണ്ട് ഞാൻ ആരാധിച്ചു, ആരാധനയ്ക്ക് പോയി, അവിടെ സഭായോഗം കൂടി, ആരാധന കഴിഞ്ഞു, ഞാൻ തിരിച്ചു പോന്നു, ഇനിയിപ്പോൾ അടുത്ത ആരാധനയ്ക്ക് പോകുന്നത് വരെ എനിക്ക് തോന്നിയ പോലെ ജീവിക്കാം, എനിക്ക് പിന്നെ അങ്ങനെയല്ല. ആരാധന എന്ന് പറഞ്ഞാൽ മുഴു ജീവിതവുമാണ്. ഇത് സഭായോഗമാണ്. സഭായോഗത്തിന് തുടക്കവും ഒടുക്കവുമുണ്ട്. പക്ഷേ ആരാധനയ്ക്ക് തുടക്കം ജീവിതത്തിലുണ്ടെങ്കിലും അതിന് ഒടുക്കമില്ല സഹോദരങ്ങളെ. ആ ശരീരത്തിൽ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം ശരീരം തന്നെ ദൈവത്തിൻ്റെ മഹത്വമുള്ള യാഗമായി അർപ്പിക്കപ്പെട്ടു. നിത്യതയിലാകുമ്പോഴും പ്രിയമുള്ളൊരു ആത്മശരീരികളായി നാം ദൈവത്തെ മഹത്വപ്പെടുത്തി ദൈവമഹത്വത്തിനായി നിലനിൽക്കുന്നവരായിരിക്കും. ആ സ്നേഹക്കൂട്ടായ്മ ബന്ധത്തിൻ്റെ പൂർണ്ണമായ അനുഭവത്തിൽ തന്നെ നമ്മൾ ദൈവസന്നിധിയിലായിരിക്കും. അതുകൊണ്ടാണ് അവൻ്റെ ദാസന്മാർ അവൻ്റെ മുഖം കണ്ട് അവനെ ആരാധിക്കുന്നത്. യെശയ്യാ മീൻസ് വെളിപ്പാട് 22 നമ്മൾ കാണുന്നുണ്ടല്ലോ. ആട്ടെ, മുമ്പോട്ട് പോയിക്കോട്ടെ. അപ്പോൾ വിശുദ്ധ സഭായോഗത്തിൽ എന്തൊക്കെ ഉണ്ടായിരിക്കണമെന്ന് തിരുവെഴുത്തുണ്ടെങ്കിലും നിങ്ങൾ കൂടി വരുമ്പോൾ ആരാധന ഉണ്ടെന്നില്ല. നിങ്ങൾ ആരാധനയ്ക്കായി കൂടി വരുവീനെന്നല്ല, നിങ്ങൾ സഭായോഗമായി കൂടി വരുവീൻ. വിശുദ്ധ സഭായോഗം. ഇപ്പോൾ സഭായോഗങ്ങളിൽ എന്തൊക്കെ ഉണ്ടായിരിക്കണം എന്നുള്ളതിനെക്കുറിച്ച് തിരുവെഴുത്തിൽ കാണും ചില കാര്യങ്ങൾ ഞാനൊന്ന് വേഗം ഓർമ്മിപ്പിക്കാം. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാമത്തെ ലേഖനം അതിൻ്റെ 14-ാമത്തെ അധ്യായം അതിൻ്റെ 26-ാമത്തെ വാക്യം. ആകയാൽ എന്ത് സഹോദരന്മാരെ, നിങ്ങൾ കൂടി വരുമ്പോൾ, ആരാധനയ്ക്ക് കൂടി വരുമ്പോഴെന്നല്ല, സഭായോഗമായി കൂടി വരുമ്പോൾ, നിങ്ങൾ കൂടി വരുമ്പോൾ ഓരോരുത്തന് സങ്കീർത്തനമുണ്ട്, ഉപദേശമുണ്ട്,
വെളിപ്പാടുണ്ട്, അന്യഭാഷയുണ്ട്, വ്യാഖ്യാനമുണ്ട്, സകലവും ആത്മിക വർധനയ്ക്കായി ഉതകട്ടെ. എന്നിട്ട് അന്യഭാഷയിൽ സംസാരിക്കുന്നുവെങ്കിൽ 2 പേരോ ഏറിയാൽ 3 പേരോ ആകട്ടെ, അവർ ഓരോരുത്തരെ സംസാരിക്കുകയും ഒരുവൻ വ്യാഖ്യാനിക്കുകയും ചെയ്യട്ടെ. നോക്കണേ, എന്ന് പറഞ്ഞാൽ സഭായോഗത്തിൻ്റെ ക്രമത്തെക്കുറിച്ച് പൗലോസ്ലീഹ പറയുകയാണ്. കൊരിന്ത് സഭയിൽ അവരിങ്ങോട്ട് കൂടി വരിക, ദൂതന്മാരുടെ ഭാഷ എന്ന് പറഞ്ഞ് അങ്ങ് അന്യഭാഷ പറഞ്ഞുകൊണ്ടങ്ങ് ഇരിക്കുക. അവരങ്ങ് അലങ്കോലമായതുപോലെ, ഒരു ക്രമമില്ലാത്തതുപോലെ അവരെ കൂടിവരവുകൾ ആയിത്തീർന്നപ്പോൾ സഭായോഗങ്ങളുടെ ക്രമം പൗലോസ് പറയുന്നതാണ് ഈ ഭാഗത്ത് കാണുന്നത്. അവിടെ അപ്പോൾ ആകിയാൽ എന്ത് സഹോദരന്മാരെ, നിങ്ങൾ കൂടി വരുമ്പോൾ ഓരോരുത്തരും സങ്കീർത്തനമുണ്ട്. ഓരോരുത്തരും സങ്കീർത്തനമുണ്ടെന്ന് പറഞ്ഞാൽ വേറെ ഭാഗത്ത് നമ്മൾ വായിക്കുന്നുണ്ട്, സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മിക ഗീതങ്ങളാലും തമ്മിൽ പ്രബോധിപ്പിച്ചും. നോക്കണേ, അത് എഫേസ്യ ലേഖനം 5-ാം അധ്യായം അതിൻ്റെ 18ഉം 19ഉം വാക്യങ്ങളിൽ നമ്മൾ അത് കാണുന്നുണ്ട്. എഫേസ്യ ലേഖനം അതിൻ്റെ 5-ാമത്തെ അധ്യായം, എഫേസ്യ ലേഖനം 5-ാമത്തെ അധ്യായത്തിൻ്റെ അതിൻ്റെ 18-ാം വാക്യം 2-ാം ഭാഗം മുതൽ 10-ാം വാക്യം വരെ, 19-ാമത്തെ വാക്യം കൂടി. ആത്മാവ് നിറഞ്ഞവരായി സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീയ ഗീതങ്ങളാലും തമ്മിൽ സംസാരിച്ചും നിങ്ങളുടെ ഹൃദയങ്ങളിൽ കർത്താവിന് പാടിയും കീർത്തനം ചെയ്തു നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു നാമത്തിൽ ദൈവവും പിതാവുമായവന് എല്ലായ്പ്പോഴും എല്ലാറ്റിനും വേണ്ടി സ്തോത്രം ചെയ്തുകൊള്ളുവിൻ. ക്രിസ്തുവിൻ്റെ ഭയത്തിൽ അന്യോന്യം കീഴ്പ്പെട്ടിരിപ്പീൻ. കണ്ടോ, സ്തോത്രം. പ്രിയപ്പെട്ടവരെ, അപ്പോൾ കൂടിവരവിൽ ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്ന സങ്കീർത്തനങ്ങളും സ്തുതികളും ആത്മീയ ഗീതങ്ങളും ഉണ്ട്. ഇത് 3 നമുക്കവിടെ കാണാൻ കഴിയും. അപ്പോൾ അവിടെ പറയുന്ന സങ്കീർത്തനം വേണമെങ്കിൽ നമുക്ക് ദൈവവചനത്തിൽ കാണുന്ന 150 സങ്കീർത്തനങ്ങളെന്ന് മനസ്സിലാക്കുന്നതിൽ തെറ്റില്ല. ആണ് സങ്കീർത്തന വായന. യഹൂദന്മാരുടെ രീതിയിൽ അവരുടെ ഇടയിൽ സങ്കീർത്തനത്തിന് വളരെ പ്രാധാന്യമുണ്ടായിരുന്നു. എന്തുകൊണ്ടാണ് ഈ സങ്കീർത്തനങ്ങളും സ്തുതികളും ആത്മിക ഗീതങ്ങളും അത് ദൈവസന്നിധിയിൽ വളരെ പ്രസാദകരമാണ്. ഈ ഒരുമിച്ച് പാടുന്നത് ആ കൂട്ടായ്മ ബന്ധത്തിന് വളരെ അനുഗ്രഹമാണ്. ഒരുമിച്ച് പാടുന്നത് ആ ഹൃദ്യമായുള്ള ബന്ധം അതിൽ പ്രധാനമാണ്. അപ്പോൾ നോക്കണേ, അപ്പോൾ സങ്കീർത്തനങ്ങൾ, സ്തുതികൾ, ആത്മീയ ഗീതങ്ങൾ, ഓരോരുത്തരും സങ്കീർത്തനം ഉണ്ടെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്തോ ഓരോരുത്തൻ ഓരോ സങ്കീർത്തനം വായിക്കണമെന്നോ? നമ്മൾ പൊതുവെ സാധാരണയായി ഒരു സങ്കീർത്തനമല്ലേ വായിക്കാറുള്ളൂ എന്ന് ചോദിച്ചേക്കാം. സൗരങ്ങളെ, ഒരു സങ്കീർത്തനം വായിക്കണമെങ്കിൽ ഓരോരുത്തരും അതിൽ പങ്കാളികളാവുകയാണ്. ആ അർത്ഥത്തിൽ നമ്മളതെടുത്താൽ മതി. അല്ലാതെ ശരി ഓരോരുത്തരും സങ്കീർത്തനം, സഭയിൽ 100 പേരുണ്ടെന്നുണ്ടെങ്കിൽ ഓരോരുത്തരും ഓരോ സങ്കീർത്തനം വായിക്കാമെന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല. ഈ 100 പേരും കൂടി ഒരു സങ്കീർത്തനം വായിക്കുമ്പോൾ തന്നെ ആ 100 പേർക്കും ഓരോരുത്തൻ്റെ സങ്കീർത്തനം എന്ന് നമുക്കത് മനസ്സിലാക്കാൻ കഴിയും. ആത്മീയ ഗീതങ്ങളെന്ന് പറയുമ്പോൾ ഓരോരുത്തരും ആത്മീയ ഗീതം എന്ന് പറയുമ്പോൾ ഓരോരുത്തരും ഓരോ പാട്ട് പാടുക, സോളോസ് മാത്രം കൊണ്ട് നിറയുക, അങ്ങനെയല്ല, ഒരുമിച്ച് പാടുക. ആത്മീയ ഗീതങ്ങൾ, ഈ ആത്മീയ ഗീതങ്ങൾ വളരെ പ്രധാനമാണ്. കാരണം ഈ പാട്ടിനകത്തൂടെയാണ് ഏറ്റവും പ്രധാനമായിട്ടും ആശയവിനിമയം ചെയ്യുവാൻ കഴിയുന്നത്. അതുകൊണ്ടാണ് നമുക്കറിയാമല്ലോ, ആവർത്തന പുസ്തകം 31-ാമത്തെ അധ്യായം അതിൻ്റെ 19-ാമത്തെ വാക്യത്തിൽ നമ്മളിങ്ങനെ കാണുന്നുണ്ട്. ആവർത്തന പുസ്തകം 31-ാമത്തെ അധ്യായം അതിൻ്റെ 19-ാമത്തെ വാക്യത്തിൽ കർത്താവ് അരുളി ചെയ്യുകയാണ്, ആകയാൽ ഈ പാട്ട് എഴുതി ഇസ്രായേൽ മക്കളെ പഠിപ്പിക്കുക. ഇസ്രായേൽ മക്കളുടെ നേരെ ഈ പാട്ട് എനിക്ക് സാക്ഷിയായിരിക്കേണ്ടതിന് അത് അവർക്ക് വായ്പാഠമാക്കി കൊടുക്കുക എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ പ്രമാണങ്ങളെയും ചട്ടങ്ങളെയും ഒക്കെ ഇസ്രായേൽ ഓർത്ത് ആചരിക്കുവാൻ ഇടയാകേണ്ടതിന്, അത് മറക്കാതിരിക്കാൻ ഇടയാകേണ്ടതിന് പാട്ടായിട്ട് എഴുതി അവരെ മനഃപ്പാഠമാക്കി കൊടുക്കണം. വായ്പാഠം എന്ന് പറഞ്ഞാൽ മനഃപ്പാഠമാക്കി കൊടുക്കണം. കാര്യം പാട്ട് വളരെ സ്വാധീനം ചെലുത്തുന്നതാണ്. പാട്ടിലൂടെയാണ് ആശയവിനിമയം ഏറ്റവും നന്നായി കഴിയുന്നത്. അപ്പോൾ കൂടി വരുമ്പോൾ എന്തൊക്കെയുണ്ടെന്ന് നമ്മൾ കണ്ടു. സങ്കീർത്തനങ്ങൾ, സ്തുതികൾ, ആത്മീയ ഗീതങ്ങൾ, ഇതെല്ലാമുണ്ട്. ഉപദേശമുണ്ട്, വെളിപ്പാടുണ്ട്, അന്യഭാഷയുണ്ട്, വ്യാഖ്യാനമുണ്ട്. ഇതെല്ലാം എങ്ങനെ വേണം? ആത്മീയ വർധനവിന് ഉതകണം. ആത്മീയ വർധനവിന്, പൊതുസഭയുടെ ആത്മീയ വർധനവിന് ഉതകാത്ത യാതൊരു കാര്യവും നമ്മുടെ കൂടിവരവുകളിൽ ഉണ്ടാകുവാൻ പാടില്ലാത്തതാകുന്നു. അതുകൊണ്ട് സഭായോഗങ്ങളിൽ എന്തൊക്കെ കാണണം? ഇനി അടുത്ത് നമ്മൾ പിന്നെയും കൊലോസ്യ ലേഖനത്തിലൊക്കെ വായിക്കുമ്പോൾ അതിൻ്റെ 3-ാമത്തെ അധ്യായം 16-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ കാണുന്നു, സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീയ ഗീതങ്ങളാലും തമ്മിൽ പഠിപ്പിച്ചും ബുദ്ധി ഉപദേശിച്ചും നന്ദിയോടെ നിങ്ങൾ ഹൃദയങ്ങൾ ദൈവത്തിന് പാടിയും ഇങ്ങനെ ക്രിസ്തുവിൻ്റെ വചനം ഐശ്വര്യമായി സകല ജ്ഞാനത്തോടും കൂടെ നിങ്ങളിൽ വസിക്കട്ടെ. കണ്ടല്ലോ, സ്തോത്രം. പ്രിയപ്പെട്ട, അപ്പോൾ സങ്കീർത്തനങ്ങൾ, സ്തുതികൾ, ആത്മീയ ഗീതങ്ങൾ, ഇത് നമ്മുടെ കൂടിവരവുകളിൽ നിർബന്ധമായുണ്ട്. പിന്നെ എന്ത് വേണം? ഉപദേശമുണ്ടായിരിക്കണം, പ്രബോധനമുണ്ടായിരിക്കണം. നോക്കണേ, പിന്നെ അന്യഭാഷയുണ്ട്.
വ്യാഖ്യാനമുണ്ട്, വെളിപ്പാടുണ്ട്, പ്രബോധനമുണ്ട്, പ്രാർത്ഥനയുണ്ട്. ഒരുവനു വേണ്ടി ഒരുവൻ പ്രാർത്ഥിപ്പീൻ. അപ്പോൾ നോക്കണേ, നമ്മുടെ കൂടിവരവുകളിൽ എന്തൊക്കെയുണ്ട്? ഇവിടെ എവിടെയെങ്കിലും നിങ്ങൾ കാണുന്നുണ്ടോ നിങ്ങളുടെ കൂടിവരവിൽ ആരാധന ഉണ്ടെന്ന് കാണുന്നുണ്ടോ? ഇതെല്ലാം ആരാധന ഭാഗമാണ്. ഞാനിങ്ങനെ ഒരു ഉദാഹരണം കേട്ടിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, ഒരു ഭയങ്കര മിടുക്കനായ ഭയങ്കര ആക്റ്റീവായിട്ടുള്ള ഇത്തിരി പിപ്പിരിയനായിട്ടുള്ള ഒരു മോന്, അവന് 10-12 വയസ്സുണ്ട്. അവന് അപ്പനടുത്ത് എപ്പോഴും പറയും കാട് കാണാൻ പോകണം എന്ന് പറയും. അപ്പനൊടുവിൽ അവന് സമാധാനം, എടാ എനിക്ക് അവധി കിട്ടുമ്പോൾ കാട് കാണാൻ കൊണ്ടുപോകാം. അവർ പോയി കാട് കാണാൻ പോവുക, അപ്പനും മോനും കൂടെ പോവുക. കാടിൻ്റെ അതിർത്തിയിൽ ബസ് പോയി ഇറങ്ങിക്കഴിഞ്ഞ് അപ്പനും മോനും കൂടെ കാടിനകത്തേക്ക് കയറി ഇങ്ങനെ അങ്ങോട്ട് എടാ മോനെ കണ്ടോ ആ വലിയ കാട്ടുവള്ളി കണ്ടു. കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു കാട്ടരുവി, ഇതാണ് കാട്ടരുവി. ആ കാട്ടരുവിയിൽ ഇറങ്ങി കാല് തണുത്ത വെള്ളത്തിൽ നനച്ച് അക്കരെ കയറി പിന്നെ അങ്ങോട്ട് പോകുമ്പോൾ ഇത് കണ്ടില്ലേ ആ വലിയ മരം കണ്ടില്ലേ, 10 പേര് പിടിച്ചാൽ പിടിമുറ്റാത്ത പോലത്തെ വലിയ മരം കണ്ടില്ലേ കണ്ടു ഇതെല്ലാം കണ്ടോ, അതാ ആ മാൻ ഓടുന്ന കണ്ടില്ലേ. പിന്നെ കാട്ടുപന്നി, അയ്യോ മാറിക്കോണം, അതിന് മുമ്പിൽ പെടരുത്. പിന്നെ ഇതിൻ്റെ ആനപ്പിണ്ടം കിടക്കുന്നു, കാട്ടാന, ഇതിലൊക്കെയുള്ള ഇതൊക്കെ കാട്. കുറേ കഴിഞ്ഞ് വള്ളിപ്പടം കുറേ കഴിഞ്ഞപ്പോൾ ഈ കുട്ടിക്ക് എന്നിട്ട് അപ്പനെ മുമ്പിലോട്ട് കയറിയുന്ന അപ്പനെ അങ്ങോട്ട് കട്ടപ്പെട്ടേ കളിപ്പിക്കല്ല, എന്നെ അരുവി കാണിക്കാനും മരം കാണിക്കാനും പിന്നെ ഇതിനൊന്നും അല്ല എന്നെ കൊണ്ടുവന്നത്. എന്നോട് പറഞ്ഞ് കാട് കാണിക്കാനുണ്ട്. എവിടെ കാട് കാണിക്കാൻ? ഉടനെ അപ്പോൾ പറഞ്ഞു കാട്ടുവള്ളിയും മരവും കാട്ടരുവിയും കലമാനിയും ഒക്കെ കാണിച്ചു വെച്ച് കാട് കാണിക്കുന്നു. അപ്പോൾ പറയും എടാ മോനെ, ഇതെല്ലാം കൂടെ കൂടുന്നതാ ഈ കാടെന്ന് പറയുന്നത്. കാട്ടുവള്ളിയും കാട്ടുമരങ്ങളും കാട്ടരുവിയും കാട്ടുപന്നിയും എന്ന് വേണ്ട, കാട്ടരുവി, ഇതെല്ലാം കൂടെ കൂടുന്ന ഇതാണ് ആ കാട് എന്ന് പറയുന്നത് പോലെയാണ് ആരാധന. പ്രിയപ്പെട്ടവരെ, സഭായോഗങ്ങളും വ്യക്തിപരമായ കൂടിവരവുകളും വീട്ടിലെ പ്രാർത്ഥനയും നമ്മുടെ ജീവിതത്തിൽ ദൈവം നമുക്ക് തന്നിരിക്കുന്ന തൊഴിലിൽ ദൈവമഹത്വത്തിനായി ജീവിക്കുന്ന ആ അനുഭവവും കൂട്ടുകാരോടുള്ള നമ്മുടെ ഇടപെടലിലെ ആ ദൈവസ്നേഹത്തിൻ്റെ വെളിപ്പാടും ഇതെല്ലാം ആരാധനയുടെ ഭാഗമാണ്. ഇതെല്ലാം കൂടെ കൂടിച്ചേരുന്നതാണ് ആരാധന എന്ന് പറയുന്നത്. അല്ലാതെ സഭായോഗത്തിൽ ആരാധന ഒതുങ്ങുന്നില്ല. ഇപ്പോൾ ശ്രദ്ധിക്കണേ, സഭായോഗത്തിൽ എന്തൊക്കെ ഉണ്ടായിരിക്കണം? ആ കൂട്ടായ്മ ബന്ധം. സഭായോഗം കൂടി വരുന്നത് എന്തിനാണ്? കൂട്ടായ്മയ്ക്കാണ് കൂടി വരുന്നത്. നമ്മൾ കൂട്ടായ്മയ്ക്ക് ഹൃദ്യമായ സ്നേഹബന്ധമാണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കേണ്ടത്. ഒരുവനു വേണ്ടി ഒരുവൻ പ്രാർത്ഥിക്കുന്നു, അന്യോന്യം പ്രബോധിപ്പിക്കുന്നു, ഒരുമിച്ച് പാടി ആത്മീയവർത്തനം പ്രാപിക്കുന്നു. ഒരുവന് മറ്റൊരുവനെക്കുറിച്ചോ തന്നെക്കുറിച്ച് തന്നെയോ ദൈവസഭയെക്കുറിച്ച് പൊതുവായിട്ടോ ഒരു വെളിപ്പാട് ദൈവാത്മാവ് കൊടുക്കുന്നു. ആ വെളിപ്പാടവൻ പങ്കുവയ്ക്കുന്നു, കാര്യങ്ങളെക്കുറിച്ച് പ്രബോധനങ്ങൾ പറയുന്നു, അന്യോന്യം ആത്മീയവർത്തനം വരുത്തുവാനായി ഉതകുന്ന ശുശ്രൂഷകൾ നിർവഹിക്കപ്പെടുന്നു. ഇതെല്ലാം സഭായോഗത്തിൻ്റെ ഭാഗമാണ്. ആരാധകർ ആരാധനയിൽ ചെയ്യുന്ന കാര്യങ്ങളാണ് ഇതെല്ലാം. സ്തോത്രം. അല്ലാതെ ഈ ഒരു കൂടിവരവിൽ ആരാധന ഒതുങ്ങുന്നില്ല. സഭായോഗവും ആരാധന തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നു എന്ന് ഞാൻ വിശ്വസിക്കട്ടെ. സ്തോത്രം. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് നാൾ അടുക്കുന്നെന്ന് തോന്നും തോറും നാം അധികമായി സഭായോഗങ്ങൾ കൂടണമെന്നാണ്. ഇത് നമ്മുടെ ഈ കൊറോണയുടെ പ്രത്യേക പശ്ചാത്തലത്തിൽ നമ്മുടെ സഭായോഗങ്ങൾക്ക് നിയന്ത്രണങ്ങളുണ്ട്. നമുക്ക് കൂടി വരുവാനായിട്ട് ബുദ്ധിമുട്ടുകളുണ്ട്. എപ്പോഴും നമുക്ക് കൂടി വരുവാൻ കഴിയുന്നില്ല. അകലം പാലിച്ചേ ഇരിക്കാൻ പാടുള്ളൂ. മാസ്ക് ഇട്ടുകൊണ്ടാണ് ഇരിക്കേണ്ടത് എന്ന് വേണ്ട. എല്ലാം തുറന്നിട്ട് പരസ്പരം ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കാനോ വിശുദ്ധ ചുംബനം കൊടുക്കാനോ ഒന്നും ഇവിടെ കഴിയുന്നില്ല. വന്ദനം പറയുകയും പ്രിയപ്പെട്ടവരെ അങ്ങനെയൊക്കെ മാത്രമേ നമുക്കിവിടെ കഴിയുന്നുള്ളൂ. എന്നാൽ സഭായോഗത്തിലെ കൂടിവരവുകൾക്ക് ഇവിടെ നിയന്ത്രണമുണ്ടെങ്കിലും ആരാധനയ്ക്ക് യാതൊരു നിയന്ത്രണവുമില്ല. എന്ത് ചെയ്താലും എവിടെ ആയിരുന്നാലും ദൈവനാമത്തിൻ്റെ മഹത്വത്തിനായി നിലനിൽക്കുവാൻ കഴിയുന്ന, സ്തോത്രം, ഒരു ദൈവ മഹത്വത്തിന് സമർപ്പിക്കപ്പെട്ട യാഗാർപ്പിതമായി തീർന്നൊരു ജീവിതം, അതാണ് യഥാർത്ഥത്തിൽ ആരാധന. അപ്പോൾ സഭായോഗവും
ആരാധന നമ്മൾ വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലാകുമെന്ന് വിശ്വസിക്കട്ടെ. സഭായോഗം ആരാധനയുടെ ഭാഗമാണ്. എന്നാൽ ആരാധന സഭായോഗത്തിൽ ഒതുങ്ങുന്നില്ല. സഭായോഗങ്ങൾ സജീവമായിരിക്കണം. കാര്യം കൂട്ടായ്മ സജീവമായിരിക്കും. നമ്മൾ കൂട്ടായ്മയാണെന്ന് പറഞ്ഞ് ഓരോരുത്തർ വന്ന് ഇപ്പം അയ്യോ സങ്കടമാണ്, സഭായോഗങ്ങളിൽ ഓരോരുത്തർ വന്ന് അവരുടെ മൊബൈലും കളിച്ചുകൊണ്ടിരിക്കുക. അന്നേരം അവിടെ ടെക്സ്റ്റ് ചെയ്യുന്നത് പ്രിയപ്പെട്ടവരെ, എനിക്ക് തോന്നുന്നു ഈ ചിലർ പറയുന്നത് ഞാൻ ബൈബിൾ കൊണ്ടുവന്നിട്ടുണ്ട്, എൻ്റെ മൊബൈലിൽ ബൈബിളുണ്ട്, ഏത് വേർഷമാണ് ഉപദേശി പറയുന്നത് വേറെ മറ്റു വേർഷനിൽ അത് തന്നെയാണോ എന്ന് ഞാൻ അന്നേരം ചെക്ക് ചെയ്തോളും, വേറെ ഭാഷയിൽ അങ്ങനെയാണെന്നോ ഞാൻ ചെക്ക് ചെയ്യുന്നു. എൻ്റെ പൊന്നു സഹോദരങ്ങളെ, എൻ്റെ വ്യക്തിപരമായ അഭിപ്രായത്തിൽ മൊബൈലിൽ ബൈബിൾ ഉള്ളത് നല്ലതാണ്. ഒറ്റയ്ക്ക് എവിടെയെങ്കിലും യാത്ര ചെയ്യുമ്പോൾ ഒന്ന് ബൈബിൾ വായിക്കണമെങ്കിൽ വായിക്കാം. പക്ഷേ സഭായോഗങ്ങൾ വരുമ്പോൾ പിശാച് നമ്മുടെ ഹൃദയങ്ങളെ സ്വാധീനിക്കാൻ സാധ്യതയുണ്ട്. പെട്ടെന്നാണ് അതിനകത്തൊരു മെസ്സേജ് വന്നിട്ടൊരു പെട്ടെന്നൊരു സിഗ്നൽ വന്നു. മെസ്സേജ് വന്നായിട്ട് സിഗ്നൽ വന്നപ്പം നമ്മൾ ബൈബിളും വായിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് മെസ്സേജ് വന്ന് സിഗ്നൽ വന്ന് അത്യാവശ്യമായ 1-2 പേരുടെ മെസ്സേജ് പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുക. പെട്ടെന്ന് ആരും കാണുകയില്ല, ആരും അറിയത്തില്ല. അടുത്തിരിക്കുന്ന ഇപ്പോൾ ഒന്നുകൂടെ സൗകര്യമാണ്. കാര്യം അകലെയല്ലേ ഇരിക്കുന്നത്, സാമൂഹിക അകലം പാലിച്ചായിരിക്കുന്നതുകൊണ്ട് മറ്റവരും കാണത്തുമില്ല. സൗകര്യങ്ങളെ, ഒരു പുസ്തകം കൊണ്ടുവന്നാൽ നിങ്ങളുടെ മുഴുവൻ സത്യവും അതിനകത്ത് തന്നെ ഇരിക്കും. ഒരു പ്രിൻ്റഡ് ബുക്ക് നമ്മുടെ കൂടിയവരുകൾ നമ്മൾ കൊണ്ടുവരുന്ന ഒരു അഭിമാനമാണ്, അതൊരു സന്തോഷമാണ്. കൊണ്ടുവന്ന് നമ്മൾ നോക്കണം. സ്തോത്രം നോക്കണേ. അപ്പോൾ സഭായോഗങ്ങളിൽ ഓരോരുത്തർ ടെക്സ്റ്റ് ചെയ്തുകൊണ്ടും ഇതിനകത്തോട് മെസ്സേജ് വിട്ടുകൊണ്ടും ഒക്കെ ഇരിക്കരുത്. സ്തോത്രം. കൂടിയ വരവുകളിൽ നാം അന്യോന്യമുള്ള കൂട്ടായ്മ ബന്ധം സജീവമായിരിക്കണം. ഷെയ്ക്കാറ്റ് കൊടുക്കാനോ ഒന്നും കഴിയുന്നില്ലെങ്കിലും പ്രിയപ്പെട്ടവരെ, കൂടിയ വരവുകൾ നമുക്ക് സജീവമായിരിക്കുവാൻ കഴിയും. ആ കാര്യത്തിൽ നമ്മൾ ഉപേക്ഷ വിചാരിക്കരുത്. അപ്പോൾ ആരാധന എന്നുള്ളത് കൂടി വരവുകൾ ഒതുങ്ങുന്നില്ല. ഇനി ചില ആളുകളുടെ ചിന്ത, ഈ ആരാധനയെന്ന് പറഞ്ഞ് ഇച്ചിരി നേരം ആർത്ത് പാടി അന്യഭാഷ പറയുന്നതാണ് ആരാധന എന്ന ചിന്ത പോലും ചില ആളുകൾക്കുണ്ട്. ആവേശത്തോടെ ദൈവത്തെ സ്തുതിക്കണം, അതിലൊരു കുറവും ഉണ്ടാകരുത്. സഭ ഒരുമിച്ച് ആത്മീയ ഗീതങ്ങൾ ധ്യാനിച്ച് പാടുമ്പോൾ, ദൈവവചനത്തിന് സംഗീതാവിഷ്കാരമായ ആത്മീയ ഗീതം പാടുമ്പോൾ ആത്മാവിൻ്റെ വലിയ പകർച്ച നമ്മുടെ മേലുണ്ടായിട്ട് ആത്മനിറവോടുകൂടെ ആർത്ത് ഉല്ലസിച്ച് ദൈവത്തെ പുകഴ്ത്തുവാൻ നമ്മൾ സമയമെടുക്കുന്നത് ദൈവപ്രസാദമുള്ള കാര്യമാണ്. എല്ലാം ചന്തമായും ഉചിതമായും ക്രമമായും നടക്കണം. പ്രിയപ്പെട്ടവരെ, അപ്പോൾ തന്നെ അങ്ങനെ അന്യഭാഷ പറഞ്ഞ് ഒരു ഇത്തിരി നേരം ആവേശത്തോടെ ദൈവത്തിൽ സന്തോഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയം മാത്രമാണ് ആരാധനയെന്ന് തെറ്റായി ധരിക്കരുത്. സ്തോത്രം. അപ്പോൾ സഭായോഗവും ആരാധന നമ്മുടെ വ്യത്യാസത്തെക്കുറിച്ച് കുറച്ച് കാര്യം നിങ്ങൾക്ക് ഗ്രഹിക്കുവാൻ കഴിഞ്ഞു എന്ന് ഞാൻ വിശ്വസിക്കട്ടെ. സമയം പോകുന്നതുകൊണ്ട് എൻ്റെ വാക്ക് ഞാനോട് ഉപസംഹരിക്കട്ടെ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ സഭായോഗങ്ങൾ സജീവമായിരിക്കട്ടെ. പക്ഷേ ആരാധന തുടർച്ചമാനമായി എന്തു ചെയ്താലും ദൈവത്തിൻ്റെ മഹത്വത്തിനായി ചെയ്യുന്ന ആ സമർപ്പിത ജീവിതമായി ആരാധകരായിരിക്കാൻ കർത്താവ് കൃപ നൽകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, വലിയൊരു കൂട്ടം ആളുകൾ ചില പ്രത്യേക ദിവസം ചില പ്രത്യേക സ്ഥലത്ത് പോയി ചില പ്രത്യേക ചടങ്ങുകളാൽ ചില പ്രത്യേക ആളുകളുടെ നേതൃത്വത്തിൽ നടക്കുന്ന ചില കർമ്മങ്ങളാൽ കർത്താവെ അവരാരാധിച്ചു എന്ന സംതൃപ്തിയോടെ അറിയാത്തതിനെ നമസ്കരിക്കുന്നവരായി മുമ്പോട്ട് പോകുമ്പോൾ തിരുമേനിയുമായി വ്യക്തിപരമായൊരു ബന്ധവും മക്കളെന്ന പദവിയും പ്രാപിച്ച് കർത്താവെ വിശുദ്ധ സഭായോഗമായി കൂടി വരികയും ഞങ്ങളുടെ മുഴുവൻ ജീവിതവും അങ്ങയുടെ മഹത്വത്തിനായി സമർപ്പിച്ച് കർത്താവെ അങ്ങയ്ക്ക് പ്രസാദകരമായ ജീവിതം നയിക്കുകയും ചെയ്യുന്ന ആരാധന അത് ഞങ്ങൾക്ക് തിരുമേനി നിയമിച്ചു വന്നതിനാൽ സ്തോത്രം. കർത്താവിന് പരിമിതിയില്ലല്ലോ. ഈ കൊറോണ കാലയളവിൽ ഞങ്ങളുടെ കൂടിയ വരവുകൾക്ക് നിയന്ത്രണങ്ങളുണ്ടെങ്കിലും ആരാധനയ്ക്ക് നിയന്ത്രണമില്ലല്ലോ. ആരാധന ഞങ്ങൾ അങ്ങയുടെ മഹത്വത്തിനായി സമർപ്പിതരായി ജീവിക്കുന്ന ജീവിതമാണല്ലോ. കർത്താവ്, ഞങ്ങളുടെ സഭായോഗങ്ങൾ സജീവങ്ങളാകുവാൻ, സഭായോഗങ്ങളിൽ അങ്ങയുടെ ആത്മാവിൻ്റെ നിയന്ത്രണവും നിയോഗവും പ്രചോദനവും ശക്തീകരണവും ഒക്കെ ഉണ്ടാകുവാൻ, എല്ലാവരും ആത്മീയത്വം പ്രാപിക്കുന്ന അനുഭവം ഉണ്ടാകുവാൻ സഹായിക്കണം കർത്താവെ. അപ്പോൾ തന്നെ സഭായോഗങ്ങൾ ഒതുങ്ങുന്നതല്ല, ആരാധന തിരിച്ചറിവോടുകൂടെ. സ്തോത്രം കർത്താവെ. ഞങ്ങളുടെ കൂടിയവരവുകളിൽ ഞങ്ങൾ ആത്മീയവർത്തന പ്രാപിച്ച് പൊതുലോകത്തിൽ അങ്ങയുടെ മഹത്വത്തിനായി ജീവിക്കുന്ന യഥാർത്ഥ ആരാധകരായി നിൽക്കുവാൻ, അങ്ങയുടെ വരവരെയും അങ്ങനെ നിലനിൽക്കുവാൻ ഞങ്ങൾ കൃപ നൽകണമേ. മഹത്വം എടുക്കണമേ. യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധ നാമത്തിൽ തന്നെ പ്രിയ പിതാവേ, ആമേൻ.